ഇടതു എംഎൽഎയായ യു പ്രതിഭയുടെ മകൻ കഞ്ചാവ് പുകച്ചാൽ പുറത്താവുക എക്സൈസ് വകുപ്പിലെ ഉന്നതൻ. വിവാദമായ കഞ്ചാവ് കേസിന് പിന്നാലെ ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറെ സ്ഥലം മാറ്റി. സർവീസിൽ നിന്ന് വിരമിക്കാൻ 5 മാസം ശേഷിക്കെയാണ് PK ജയരാജനെ മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയത്. കൊല്ലം സ്വദേശിയായ ഇദ്ദേഹം ആലപ്പുഴ ഡെപ്യൂട്ടി കമ്മീഷണറായി ചുമതലയേറ്റെടുത്ത് 3 മാസം തികയും മുൻപാണ് നടപടി. നിലവിൽ കൈക്കൊണ്ട നടപടികളുടെ പശ്ചാത്തലത്തിൽ പ്രതികാര നടപടിയാണ് ഇപ്പോൾ ഉണ്ടായതെന്നും ആക്ഷേപങ്ങളുണ്ട്. ആലപ്പുഴയിൽ ചാർജ് എടുത്തതിനു ശേഷം ലഹരി കേസുകളിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും ബിനാമി കള്ളുഷാപ്പുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് MLAയുടെ മകൻ കനിവിനെതിരെ കഞ്ചാവ് കൈവശം വച്ചതിന് കേസെടുത്തത്. കനിവ് ഉൾപ്പെട്ട സംഘത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ 9ാം പ്രതിയാണ് MLAയുടെ മകൻ. 3 ഗ്രാം കഞ്ചാവാണ് സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തത്. മകൻ നിരപരാധിയാണെന്ന് അവകാശപ്പെട്ട് ഫേസ്ബുക്ക് ലൈവിലൂടെ യു പ്രതിഭ രംഗത്തെത്തിയിരുന്നു. മകൻ സുഹൃത്തുക്കളുമായി ചേർന്നിരുന്നത് ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും മാധ്യമങ്ങൾ തന്നെ വേട്ടയാടുകയാണെന്നും പ്രതിഭ പറഞ്ഞു. മകനും സുഹൃത്തുക്കളും ചേർന്നിരിക്കുമ്പോൾ എക്സൈസുകാർ വന്ന് ചോദ്യം ചോദിച്ചു. ഇപ്പോൾ വാർത്തകൾ വരുന്നത് മകനെ കഞ്ചാവുമായി പിടിച്ചു എന്നാണ്. ഒരാൾ MLA ആയതും പൊതുപ്രവർത്തക ആയതുകൊണ്ടും ഇത്തരം വാർത്തകൾക്ക് മൈലേജ് കിട്ടും. വാർത്ത ശരിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം. നേരെ തിരിച്ചാണെങ്കിൽ മാധ്യമങ്ങൾ പരസ്യമായി മാപ്പ് പറയണം എന്നാണ് പ്രതിഭ ആവശ്യപ്പെട്ടിരുന്നത്. ആരും തെറ്റായ വഴിയിൽ പോകരുതെന്ന് ആഗ്രഹിക്കുന്ന അമ്മയാണ് ഞാനും. എൻ്റെ മകൻ പോവരുതെന്ന് പറയാൻ മാത്രമേ എനിക്ക് കഴിയൂ. ആ വഴി തേടുന്നതും പോവാതിരിക്കുന്നതും മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമാണെന്നും പ്രതിഭ പറഞ്ഞിരുന്നു. എന്നാൽ മകനെതിരായ കഞ്ചാവ് കേസ് വാർത്ത വ്യാജമാണെന്ന യു പ്രതിഭ MLAയുടെ വാദം തള്ളുന്നതായിരുന്നു FIR. കേസിൽ യു പ്രതിഭ MLAയുടെ മകൻ കനിവ് 9ാം പ്രതിയാണ്. കനിവ് ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ കേസെടുത്തത് കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനുമാണെന്ന് FIRൽ പറയുന്നു. സംഘത്തിൽ നിന്ന് പിടികൂടിയത് 3 ഗ്രാം കഞ്ചാവാണെന്നും FIRലുണ്ട്. കനിവ് ഉൾപ്പെടെ 9 പേരെയാണ് കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. 9 പേരും ആലപ്പുഴ സ്വദേശികളാണ്. കുട്ടനാട് വിരിപ്പാല മുറിയിൽ വടക്കേപ്പറമ്പ് വീട്ടിൽ സച്ചിൻ S ആണ് കേസിലെ 1ാം പ്രതി. വെട്ടിയിറത്ത് പറമ്പ് വീട്ടിൽ മിഥുനാണ് 2ാം പ്രതി. തോട്ടുകടവിൽ വീട്ടിൽ റെജിൻ ജോഷി 3ാം പ്രതിയും കേളമ്മാടം വീട്ടിൽ ജോസഫ് ബോബൻ 4ാം പ്രതിയുമാണ്. വടക്കേപ്പറമ്പ് വീട്ടിൽ സഞ്ജിത്ത്, അഖിലം വീട്ടിൽ അഭിഷേക്, തൈച്ചിറയിൽ വീട്ടിൽ ബെൻസൺ, കാളക്കൊട്ടും ചിറ വീട്ടിൽ സോജൻ എന്നിവർ ക്രമേണ 5, 6, 7, 8 പ്രതികളാണ്. അതേസമയം യു പ്രതിഭ MLAയ്ക്ക് പിന്തുണയുമായി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ രംഗത്ത് വന്നിരുന്നു. പ്രതിഭയ്ക്കെതിരായ സൈബർ ആക്രമണം ജുബ്സാവഹമാണെന്ന് B ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രതിഭയെ വളഞ്ഞിട്ട് സൈബർ ആക്രമണം നടത്തി മാനസികമായി പീഡിപ്പിക്കുന്ന രീതിയോട് യോജിക്കാൻ കഴിയില്ല. ഇതിന്റെ പിന്നിൽ ചരട് വലിച്ചത് കമ്മ്യൂണിസ്റ്റിന് സാഡിസമാണെന്നും പറഞ്ഞു. CPIM നേതൃത്വത്തിന്റെ അറിവോടെ കഞ്ചാവ് കേസിൽ പ്രതിഭയുടെ മകനെ കുടുങ്ങിയതോ ആണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ കുറിപ്പിൽ പറയുന്നു. എന്നാൽ മാധ്യമങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് പ്രതിഭ രംഗത്ത് വന്നതിൽ മാധ്യമങ്ങൾക്കെതിരായ യു പ്രതിഭ MLAയുടെ അധിക്ഷേപ പരാമർശത്തിൽ പ്രതിഷേധിച്ച് കേരള പത്രപ്രവർത്തക യൂണിയൻ മുഖ്യമന്ത്രിക്കും CPM സംസ്ഥാന സെക്രട്ടറിക്കും പരാതി നൽകും. കായംകുളം MLA യു പ്രതിഭയുടെ മകനെ കഞ്ചാവ് കേസിൽ പിടികൂടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയ മാധ്യമങ്ങളെ MLA പേരെടുത്ത് പറഞ്ഞ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിൽ KUWJ ജില്ലാ കമ്മിറ്റിയും ആലപ്പുഴ പ്രസ് ക്ലബ്ബും ശക്തമായ പ്രതിഷേധം അറിയിച്ചു.